ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് കണ്ടിന്യൂറ്റി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രണവ് ഇവരുടെ ടോപ്പിക്കാണല്ലോ ഇപ്പം സോഷ്യൽ മീഡിയയിലെ ഹോട്ട് ടോപ്പിക്കായിട്ട് നിൽക്കുന്നത്. ഇവരുടെ കുടുംബം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ മാതൃകാ കുടുംബമായിട്ടാണ് സബ്സ്ക്രൈബേഴ്സ് കണ്ടുകൊണ്ടിരുന്നത്. സബ്സ്ക്രൈബേഴ്സ് ഇവരുടെ കുടുംബം കണ്ടിട്ട് അങ്ങോട്ട് അസൂയപ്പെടുകയായിരുന്നു. കുശുമ്പ് ഉളവാക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ വീഡിയോസ്. അതായത് ഇവരുടെ കുടുംബത്തിലെ അച്ഛൻ, അമ്മ, അനിയൻ, ചേട്ടൻ, മരുമകൾ, ഇവർ തമ്മിലുള്ള ബോണ്ട്, ബന്ധം, സ്നേഹം, ഇതൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബേഴ്സിനാണ് ഒടുക്കത്ത അസൂയ. അയ്യോ, എൻ്റെ വീട് ഇങ്ങനെ അല്ലല്ലോ, എൻ്റെ വീട്ടിൽ ഇങ്ങനെ അല്ലല്ലോ, എനിക്കിതുപോലുള്ള സ്നേഹനിധിയായ അച്ഛൻ, അമ്മ, അനിയൻ, ചേട്ടൻ, ഭാര്യ ഇവരൊന്നും ഇല്ലല്ലോ എന്നോർത്ത് ആളുകൾ വിഷമിച്ച് വ്യാകുലപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതാ ആ കുടുംബത്തിലെ ഒറിജിനൽ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെളിയിൽ വരികയാണ്. പ്രവീൺ എന്ന് പറയുന്ന ആ വീട്ടിലെ മൂത്ത പുത്രനും വൈഫിനും ആ വീട്ടിൽ നിന്ന് ഇളയ പ്രണവിന്റെ കയ്യിൽ നിന്നും അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്നും ഏൽക്കേണ്ടി വന്ന ക്രൂരമർദ്ദനങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ ഒരു വീഡിയോ വരവായി. ആ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ അത് കണ്ടിരുന്നപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. ഒരു ഗർഭിണിയായ ഒരു കുട്ടിയോട് ഒരു അമ്മയും ഒരു അച്ഛനും ഒരു അനിയനും ഒക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റുമോ? ഇവര് പറഞ്ഞ സത്യമാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ നമ്മൾ പഴയ സീരിയലിലൊക്കെ മാത്രം കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. ഇപ്പം ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ് എന്നും പറഞ്ഞ് പേരൊക്കെ മാറ്റി ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും അവരുടെ ടോപ്പിക്കൊക്കെ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പം അതിൽ കുറച്ച് വെളിപ്പെടുത്തലുകളും കൂടി വന്നിരിക്കുകയാണ്. ഇവരുടെ ചങ്കും കരളുമായിരുന്ന കീർത്തന രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്ളോഗർ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അപ്പോൾ കീർത്തന രവീന്ദ്രന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 മാസം മുമ്പ്. ആ ഇന്റർവ്യൂവിലെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് പ്രവീൺ ഇവര് പ്രവീണിന്റെ കല്യാണത്തിന് എന്തുകൊണ്ട് കീർത്തനയെ വിളിച്ചില്ല എന്ന് ആ ഇന്റർവ്യൂർ ചോദിക്കുന്നുണ്ട്. അപ്പം അതിന്റെ വ്യക്തമായിട്ടൊരു മറുപടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടോപ്പിക് അതല്ല എങ്കിലും എന്തുകൊണ്ട് കല്യാണത്തിന് വിളിച്ചില്ല, നമ്മൾ പോകുന്ന വഴിക്ക് ഈ വാഴ തന്നെ എന്നുള്ള ചീരയും കൂടി അറിഞ്ഞോട്ടെ, പോകുന്ന വഴിക്ക് നമുക്ക് അതും കൂടി ഒന്ന് കേട്ടോക്കാം. എന്തുകൊണ്ട് കല്യാണത്തിന് വിളിച്ചില്ല എന്ന് പറയുന്നതുകൊണ്ട് കേട്ടോക്കാം. പ്രവീൺ, പ്രണവ് എന്ന് പറയുന്ന 2 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ലൈക് കല്യാണത്തിന് കണ്ടിട്ടില്ല. അപ്പം എന്താ ശരിക്കും കല്യാണത്തിന് പോകത്തെ, വിളിക്കാത്തതാണോ അതോ? അല്ല, എന്നെ വിളിച്ചില്ല. ആൻഡ് ഓൾസോ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആണ്. അല്ലാതെ ഞാനും പ്രവീണും മാത്രമല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഫുൾ ഗ്യാങ് ആണ്. അവർ എനിക്ക് തോന്നുന്നു ഒരു ക്ലോസ് വെഡിങ് ആയിരുന്നു, ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉള്ള ഒരു വെഡിങ് ആയിരുന്നു തോന്നുന്നു. അപ്പോ നമ്മുടെ ഗ്യാങ്ങിൽ ആരെയും വിളിച്ചില്ല, എന്നെയും വിളിച്ചില്ല. പക്ഷെ കഥ വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് കീർത്തനയെ വിളിച്ചില്ല, ആ ഒരു ഗ്യാങ്ങിനെ മൊത്തത്തിൽ അവിടെ വാനിഷ് ആയി പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അങ്ങ് സൈലൻസ്. ഓക്കെ, അപ്പൊ അതാണ് ഗ്യാങ്ങിനെ മൊത്തം വാനിഷ് ചെയ്ത് കളഞ്ഞത് കൊണ്ട് കീർത്തനയെ വിളിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പം ആളുകളുടെയൊക്കെ സംശയം മാറിയല്ലോ, കീർത്തനയെ മാത്രം വിളിക്കായിരുന്നല്ല കേട്ടോ. നമ്മളതങ്ങ് വിശ്വസിച്ചു. നമ്മുടെ ടോപ്പിക് അതല്ല, അതുകൊണ്ട് നമ്മളത് ചകഞ്ഞു പോകുന്നില്ല, നമ്മളതങ്ങനെ വിശ്വസിക്കുന്നു. ഈ വീഡിയോയുടെ അടിയിൽ ഈ പ്രണവിന്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകൾ, അതായത് മധുപാൽ, അതല്ലേ മധുപാൽ കൃഷ്ണ, എനിക്ക് തോന്നുന്നു കൃഷ്ണ മധുപാൽ എന്നായിരിക്കും, അത് പെട്ടപ്പോൾ തിരിഞ്ഞു വന്നതായിരിക്കും. മധുപാൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്ന് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ആ കമന്റ് ഞാനൊന്ന് വായിക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നിങ്ങൾക്കൊക്കെ എന്തറിയാം, ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്തത്. പ്രണവ് എൻ്റെ സ്വന്തം കസിനാണ്, എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളെയാണ് ഇവരുടെ അച്ഛൻ. പക്ഷേ ഈ ഒരു കുടുംബം കാരണം എൻ്റെ കുടുംബവും നശിച്ചു. സഹായം ഉള്ളതുകൊണ്ട് മാത്രം ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 2 മാസം മുമ്പ് മധുപാൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്ന് ഈ വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ ഈ പെൺകുട്ടിക്ക് ഒരുപാട് എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് ഒക്കെ കാണാം. പിന്നെ മാങ്ങയുള്ള മാവിലെ കല്ലെറിയത്തുള്ളൂ, ഇവരെ തേജോവധം ചെയ്യാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമന്റ്. പക്ഷേ ഇപ്പോഴത് പോസിറ്റീവ് കമന്റായി മാറിയിരിക്കുകയാണ്. അന്ന് തന്നെ വേറൊരു കമന്റും വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ കൂടെ തന്നെ. അതൊരു റിലവൻ്റ് ആയിട്ടുള്ള കമന്റാണ്. പറയുമ്പോൾ കാര്യങ്ങൾ വിശദമായി പറയണം, അല്ലാതെ ഇങ്ങനെ ഒരു കുടുംബത്തെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചുമ്മാ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ മധുപാൽ കൃഷ്ണ എന്ന് പറയുന്ന ഈ പെൺകുട്ടി എല്ലാം വിശദീകരിച്ച് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. എല്ലാം പറയാം, ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി, ഞാൻ പറയുന്നത് കള്ളമാണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരിച്ചിരി വലിയ കമന്റാണ്. അപ്പോൾ അതിന്റെ രത്ന ചുരുക്കം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ മധുപാൽ കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ ഈ പ്രവീണിന്റെയും പ്രണവിന്റെയും അച്ഛൻ്റെ സഹോദരിയാണ്. അപ്പം ഈ കുട്ടിയുടെ ഈ കൃഷ്ണ, നമുക്ക് മധുപാൽ കൃഷ്ണ എന്നുള്ളത് കൃഷ്ണ എന്നാക്കാം. കൃഷ്ണ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ ഡിവോഴ്സ്ഡ് ആയി. ഈ കുട്ടിക്ക് ഒരു സഹോദരനും ഉണ്ട്.
ഈ സഹോദരന് ഈ ഡിവോഴ്സ് ആയതിനു ശേഷം, അമ്മയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് ആയതിനു ശേഷം ഈ സഹോദരനെയും ഈ കുട്ടിയെയും ഈ അമ്മയും കുട്ടിയിൽ നിന്നും ഈ സഹോദരനെ ഈ പ്രണവിന്റെയും പ്രവീണിന്റെയും അച്ഛനും, പ്രണവും പ്രവീണും പിന്നെ പ്രവീണിന്റെ അച്ഛന്റെ സഹോദരനായിട്ടുള്ള പ്രദീപോ അങ്ങനത്തെ ഒരാളും കൂടി വന്ന് വേർപിരിച്ചു കൊണ്ടുപോവുകയും ഇവരുടെ വീട്ടിൽ കയറി അതിക്രമങ്ങൾ കാണിക്കുകയും ചെയ്തു. ഈ അതിക്രമം കാണിച്ചതിൽ ഈ കുട്ടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പ്രണവ്, പ്രവീണിന്റെ അച്ഛന്റെ സഹോദരൻ ഇവരെല്ലാവരും കൂടി വീട്ടിൽ കയറി വന്ന് അതിക്രമം കാണിക്കുകയും അന്ന് തന്നെ പോലീസ് കേസെടുക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഈ പ്രണവിന്റെയും പ്രവീണിന്റെയൊക്കെ അച്ഛനാണെങ്കിലും ഈ തല്ലും പിടിയൊക്കെ മക്കളോട് മാത്രവുമല്ല, സഹോദരിയോടും സഹോദരിയുടെ മകളോടും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു കമന്റാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ കമന്റിന്റെ അടിയിൽ ഒരുപാട് കാര്യങ്ങൾ വന്നല്ലോ, ഇങ്ങനെ നീ പറയുന്ന നുണയാണ്, മറ്റതാണ്, മറിച്ചാണ് എന്നൊക്കെ പറയാം. അപ്പം ഒരു കമന്റും കൂടി ഈ കുട്ടി ഇട്ടിട്ടുണ്ട്. കബളിപ്പിച്ച് ജീവിക്കുന്നവരെ കുറിച്ച് വീണ്ടും ഇല്ലാത്തത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഇവരുടെ വീഡിയോയുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു അപ്പൂപ്പനെ കാണിക്കുമായിരുന്നു. ആ അപ്പൂപ്പനെ ഇപ്പൊ കാണിക്കാറില്ല. എന്തുകൊണ്ട് കാണിക്കാറില്ല? ആ അപ്പൂപ്പൻ മരിച്ചുപോയി. ഇവരുടെ കാശ്മീർ ട്രിപ്പിന്റെ ഇടയ്ക്കാണ് അപ്പൂപ്പൻ മരിച്ചത്. പക്ഷെ ഇവരതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൂപ്പൻ മരിച്ചു പോയെന്നോ അല്ലെങ്കിൽ അപ്പൂപ്പൻ എന്ത് സംഭവിച്ചോന്നൊന്നും ഇവര് വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇവര് കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോ എടുക്കുന്നത്, ഇതൊന്നുമല്ല ഒറിജിനൽ എന്നും കൂടി ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് കമന്റുകൾ അതിനുശേഷം ഇപ്പം ഈ റീസെന്റ് ആയിട്ടും ആ കുട്ടി ഈ മധുപാൽ കൃഷ്ണ എന്ന് പറയുന്ന കുട്ടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? റീൽ ഈസ് നോട്ട് റിയാലിറ്റി. അത് മനസ്സിലാക്കേണ്ട കുഞ്ഞുങ്ങളെ. ഞാനും ഒരു ഫാമിലി വ്ലോഗ് ചാനൽ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് ഇതാണ് എൻ്റെ അച്ഛൻ, ഇതാണ് എൻ്റെ അമ്മ, ഇതാണ് എൻ്റെ അരികിൽ. എൻ്റെ വീട്ടിലാണെങ്കിൽ മൊത്ത വിടിയും ബഹളവുമാണ്. എൻ്റെ പെണ്ണുമുള്ള പ്രസവിക്കാൻ പോവുകയാണ്. അതങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വ്യൂ ആണ് എൻ്റെ ഗൈസ്. വ്യൂവിൻ്റെ പെരുന്നാളാണ്, പ്രസവം കാണാനാണ് ഇതിനും വേണ്ടി വ്യൂ. അപ്പം അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കാശ് കിട്ടും, പിന്നെ എൻ്റെ വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യുന്നവർക്ക് കാശ് കിട്ടും. കുഴപ്പമില്ല. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കാം. ഈ കമൻ്റ് ഇടുന്ന കമൻറ്റോളികളെ മരപ്പാഴികളെ നിനക്കൊക്കെ എന്തോ കിട്ടും. വന്നിരുന്നോണ്ട് ഇങ്ങനെ ഒരയ്ക്കുക, നീ കുടുംബശ്രീയാണ്, നിനക്ക് എന്തറിയാം, നീ അതറിഞ്ഞിട്ടാണോ പറയുന്നത്, ഇതറിഞ്ഞിട്ടാണോ, നിനക്കൊക്കെ വേണേക്കാരടാ, ഇല്ല ഇട്ടിട്ട് പോടാ. ആ ഒരു മൈൻഡാ. അല്ല ഇവന്മാർ പണ്ട് സീരിയൽ കണ്ടിരുന്നവന്മാരൊക്കെ വന്ന് ഇപ്പം ഫാമിലി വ്ലോഗ് എന്നും പറഞ്ഞ് പേരൊക്കെ ഇച്ചിരി പരിഷ്കരിച്ച് വന്നിരുന്നത് കണ്ടിട്ട് അതിൻ്റെ എന്താ പറയുക, നമ്മുടെ അഭിപ്രായം അതെടുത്തിട്ട് നമ്മൾ അഭിപ്രായം പറയുമ്പം നമുക്ക് ഡയമണ്ട് ഉണ്ടാക്കാൻ നിൽക്കുന്നു. പോടാ ചുമ്മാ രസം. നമുക്ക് ഒരു ഫ്രസ്ട്രേഷൻ. ഇന്നലെ വന്ന വീഡിയോയുടെ കടിയിൽ എന്തൊക്കെ കമൻറ്റാണ്. നമുക്ക് അതിന് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ കഴിയത്തില്ല. കുറേ അമ്മമാർ കുറേ ചീത്തയൊക്കെ വിളിച്ച്, ഞാൻ ഇതിൻ്റെ ആവശ്യത്തിന് ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് പറയാനുള്ളതൊക്കെ തിരിച്ചങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. അവന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ഇച്ചിരി നല്ല ചാനൽ ഇത് കീപ്പ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഞാൻ കമൻറ്റൊക്കെ ഡിലീറ്റ് ചെയ്യും. നമ്മൾ അവരെ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിയുമ്പം അവരുടെ അടുക്കലെ കമൻറ്റ് ചെല്ലുകയും ചെയ്യും, നമുക്ക് പറയുകയും ചെയ്യാം, നമുക്ക് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. മറ്റുള്ളവർ കാണത്തില്ല. അങ്ങനെ കുറച്ച് ട്രിക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ആദ്യം മനസ്സിലാക്കേണ്ട പൊന്നുക, റീലല്ല റിയൽ. അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇവന്മാര് എന്താ പറയാ, ഈ ചാനൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ തന്നെയാണ് പറ്റിയില്ലായിരുന്നു മൊത്തം. ആ പെങ്കൊച്ചിന്റെ വളകാപ്പ് ചടങ്ങില് അതിലൊക്കെ എന്തായിരുന്നു നെഞ്ചത്തിരി. അയ്യോ എൻ്റെ ചേച്ചി, എൻ്റെ മൃദു ആരെങ്കിലും പോയേ മറ്റേതാ മത്സരമൊക്കെ പറഞ്ഞിട്ട് ആ ചെറുക്കൻ കിടന്നുണ്ട്. എന്തോ കറച്ചിലായിരുന്നു ആ പ്രണവ്, ആ കൊച്ചു എന്ന് പറഞ്ഞ ചെറുക്കൻ. അവനാണ് ഈ ഇവരെയൊക്കെ എടുത്തിട്ട് അലക്കിയെന്ന് പറയുന്നത്. ഒരു ഗർഭിണിയായ ഒരു പെങ്കൊച്ചിനെയൊക്കെ എടുത്തിട്ട് അലക്കാന്നൊക്കെ പറഞ്ഞാൽ തന്തയാണെങ്കിലും തള്ളയാണെങ്കിലും അനിയനാണെങ്കിലും ഇപ്പം നമുക്ക് യൂട്യൂബിൻ്റെ പോളിസിക്കൊക്കെ എതിരാണ് അതിൻ്റെ മറുപടി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. ഇമാതിരി കാട്ടായ കാണിച്ചു ആ പെങ്കൊച്ച്. ഈ ഇപ്പം ഞാൻ പറഞ്ഞ മധുപാൽ കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി അതിലാണ്ട് ആ കമൻറ്റിൽ വേറെ കാര്യം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഉടനെ തന്നെ അറിയാൻ പറ്റും ഇവരുടെ റിയൽ ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. ബാക്കി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഏർപ്പെടുത്താം. ബൈ.